എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ പോർബന്തറിലാണ്. ഇതിപ്പം പോർബന്തർ ടൗൺ ആണ്. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയൊക്കെ കാണാം. ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ ജന്മഗൃഹം സന്ദർശിക്കുകയാണ് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം. ഈ ആർച്ച് കടന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമായിട്ടുള്ള കീർത്തി മന്ദിർ ആണ്. ഞാൻ ആ കീർത്തി മന്ദിറിൻ്റെ മുൻപിലെത്തി. ഇന്ന് രാവിലെ ഒരു 6:30 കൂടിയിട്ടാണ് ഞാൻ ദ്വാരകയിൽ നിന്നും ദർശനമൊക്കെ കഴിഞ്ഞ് പോകുന്നത്. ഇപ്പോൾ ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഞാൻ പോർബന്തർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയത്. അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് 20 രൂപ കൊടുത്ത് ഈ കീർത്തി മന്ദിർ ഇരിക്കുന്ന ഈ ചെറിയ പോർബന്തർ ടൗണിൽ വന്ന് ഇറങ്ങി. അവിടുന്ന് നടന്നത് കീർത്തി മന്ദിറിൻ്റെ മുൻപിലും എത്തി. ഇനിയിപ്പോൾ നമ്മൾ അകത്തോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ കീർത്തി മന്ദിറിന് 79 അടിയാണ് പൊക്കം. ഈ 79 അടി ഇതിൻ്റെ പൊക്കം നിജപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. മഹാത്മാഗാന്ധി ജീവിച്ചത് 79 വർഷമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകവും ജന്മഗൃഹവും ഒക്കെ ആയിട്ടുള്ള ഈ കീർത്തി മന്ദിറിന് 79 അടി എന്നുള്ള ഉയരം നിജപ്പെടുത്തിയത്. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി. 2 നിലകളുള്ള വലിയൊരു കോംപ്ലക്സ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് ഇടത് സൈഡിലായിട്ട് ഗാന്ധിജിയുടെ ജന്മഗൃഹം, അത് ഒരു 3 നില കെട്ടിടമാണ്. ഒരു പഴയ ഹവേലിയാണ്. അതിനോട് ചേർന്നാണ് ഈ വലിയ കോംപ്ലക്സ് ഉള്ളത്. ഇതിൻ്റെ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലും ഒക്കെ ആയിട്ട് വലിയ ഫോട്ടോ ഗാലറിയും, അതുപോലെ ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ പുസ്തക ശേഖരവും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോട്ടോ ഗാലറിയാണ് നമ്മൾ കാണുന്നത്. 10ാം ക്ലാസ്സിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായിട്ടുള്ള മെമ്മേഴ്സ് ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് സെക്കൻഡ് പേപ്പറായിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും ഞാൻ സങ്കല്പിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ ജന്മഗൃഹത്തിൽ വന്ന് ഇതൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഞാൻ അദ്ദേഹത്തോടും അതുപോലെ തന്നെ ജഗദീശ്വരനോടും നന്ദി പറയുകയാണ്. എൻ്റെ ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധനയോടുകൂടി നോക്കിക്കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധിയുടേത്. ഈ സമയത്ത് ഞാൻ ഓർത്തു പോവുകയാണ്, ചോരയും നീരുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ഭാവി തലമുറ വിശ്വസിക്കാൻ പ്രയാസപ്പെടും എന്ന് ഏതോ ഒരു മഹാൻ പറഞ്ഞത് കടമെടുത്തുകൊണ്ട്. ഇവിടെ ഈ കാണുന്ന സംഭവങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫോട്ടോകളും ചർക്കയും മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും പാത്രങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 1944 ഇവിടെ തദ്ദേശീയരായിട്ടുള്ള കുറേ ആൾക്കാർ കൂടിയാണ് ഇങ്ങനൊരു സ്മാരകം മഹാത്മാഗാന്ധിക്ക് വേണ്ടി പണിയണമെന്ന് തീരുമാനിച്ചതും അതിന് മഹാത്മാഗാന്ധിയുടെ അനുവാദം തേടിയതുമൊക്കെ. മഹാത്മാഗാന്ധിയുടെ റിട്ടേൺ കൺസെൻറ്റ് അന്ന് അവർക്ക് കിട്ടി. അത് ഇവിടെ ഈ കീർത്തി മന്ദിറിൽ പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീട് 1947 ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ സ്മാരകത്തിൻ്റെ പണി തുടങ്ങിയത്, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള. 1950 മെയ് മാസം 27-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ സ്മാരകം, മഹാത്മാഗാന്ധിയുടെ ഈ കീർത്തി മന്ദിർ എന്ന് വിളിക്കുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. മഹാത്മാഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള കസ്തൂർബ ഗാന്ധിയുടെയും പൂർണ്ണകായ ചിത്രമാണിത്, എണ്ണച്ചായ ചിത്രമാണിത്. ഇതാണ് മഹാത്മാഗാന്ധിയുടെ ആൻസിസ്ട്രൽ ഹോം അല്ലെങ്കിൽ ജന്മഗൃഹം. ഇതിനുള്ളിലോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. ഇതൊരു 3 നില കെട്ടിടമാണ്. മഹാത്മാഗാന്ധിയുടെ മുതുമുത്തശ്ശൻ 17-ാം നൂറ്റാണ്ടിലാണ് ഇത് വാങ്ങിയത്. അതിനുശേഷം അവരുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും പരമ്പരയായിട്ട് ഇവിടെയാണ് താമസിച്ചു വന്നിരുന്നത്. ഇതാണ് മഹാത്മാഗാന്ധി ജനിച്ച മുറി. ഈ പർട്ടിക്കുലർ പ്ലേസിലാണ് മഹാത്മാഗാന്ധി ജനിച്ചതെന്നാണ് പറയുന്നത്. ഈ സ്വസ്തിക്ക് കാണുന്നത് ഇത് മഹാത്മാഗാന്ധിയുടെ അമ്മയും അച്ഛനുമാണ്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. തടി കൊണ്ടുള്ള ഒരു സ്റ്റെയർ കേസാണ്. അങ്ങോട്ടേക്കൊന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല.
മഹാത്മാഗാന്ധി ജനിച്ച മുറിയോട് തൊട്ട് ചേർന്നുള്ള മുറിയിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെപ്പ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പഴയ കെട്ടിടമാണിത്. പക്ഷെ ഇതിനോട് ചേർന്ന് ഈ കീർത്തി മന്ദിർ എന്ന് പറയുന്ന ഈ മ്യൂസിയം എല്ലാം കൂടെ പണിതപ്പോൾ ഇതിൻ്റെ പുറമേ നിന്നുള്ള ആ ഒരു ഭംഗിയൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ചുള്ളത് രേഖപ്പെടുത്തുക. ഇതിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ ഇതിൻ്റെ മുകളിലത്തെ നിലയിലോട്ട് വന്നു. ഇവിടെയുള്ള ഫോട്ടോ ഗാലറിയാണ് ഇത് കാണുന്നത്. ഇവിടെ താഴെ ഉള്ളതിനേക്കാളും കുറേ കൂടി അധികം ഫോട്ടോകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന കാലത്തും അതിനു മുമ്പിലത്തെ ഫോട്ടോകളും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഫോട്ടോയും ഗാന്ധിജി പല ആൾക്കാരോടൊത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അതുപോലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ ഒപ്പം എടുത്തിട്ടുള്ള ഫോട്ടോകളും എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയ ഫോട്ടോ ഗാലറിയാണ്. ഇതിൻ്റെ എല്ലാം ചോട്ടിൽ എഴുതി വെച്ചിട്ടുമുണ്ട് ആ ഫോട്ടോ ആരുടെയാണെന്നുള്ളതൊക്കെ. ഈ എല്ലാം ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പോകാൻ ഒത്തിരി സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് കാണിക്കുന്നേ ഉള്ളൂ. ഒന്നും വിശദീകരിക്കുന്നില്ല ആരാണ് എന്താണെന്നുള്ളതൊന്നും. ചില ഫോട്ടോകളൊക്കെ മങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്, ശരിക്കും തെളിഞ്ഞിട്ടൊന്നുമില്ല. വളരെ അപൂർവമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഫോട്ടോകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആപാടെ മഹാത്മാഗാന്ധിയുടെ നമ്മൾ സ്ഥിരം കാണുന്ന ഒന്നോ രണ്ടോ ഫോട്ടോകളല്ലാതെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പല സമയത്തായിട്ട് എടുത്തിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ധാരാളം ഫോട്ടോകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഗാന്ധിജിയുടെ അച്ഛനും മുത്തശ്ശനും അമ്മാവനും ഒക്കെ ഈ പോർബന്ദർ എന്ന് പറയുന്ന നാട്ടുരാജ്യത്തെ ദിവാൻമാരായിരുന്നു. അതുകൊണ്ടാണ് അന്ന് കാലത്ത് ഇത്രയും വലിയൊരു ഹവേലി, ഇവിടുത്തെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഹവേലി വാങ്ങിക്കാനായിട്ട് ആ കുടുംബത്തിന് സാധിച്ചത്. ഗാന്ധിജിയുടെ ഈ ജന്മഗൃഹത്തിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി. കീർത്തി മന്ദിറിലെ നിന്നും മടങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ വിട പറയുന്നു. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.